നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ മത്സരം നാളെയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 സെവിയയുടെ മൈതാനത്ത് വെച്ചാണ് FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ തന്നെ വിവാദങ്ങൾ കൊഴുക്കുന്നു. റഫറിമാർ എടുത്ത നിലപാട് വലിയ രൂപത്തിൽ ചർച്ചയാവുന്നുണ്ട്. റഫറിമാരുടെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ മെയിൻ റഫറിയായ റിക്കാർഡോ ഡി ബർഗോസ് റയൽ മാഡ്രിഡിൻ്റെ RMTVയുടെ വീഡിയോക്കെതിരെ പ്രതികരിച്ചു. കൂടാതെ വാർ റൂമിൽ ഇരിക്കേണ്ട റഫറിയും വളരെ നിശിതമായ രൂപത്തിൽ റയൽ മാഡ്രിഡിൻ്റെ TV-യെ വിമർശിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അത് നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. റിക്കാർഡോ ഡി ബർഗോസ് പലവട്ടം റയലിനെതിരെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള റഫറിയാണ്. അത് RMTV കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് ഇറക്കിയിരുന്നു. ഈ റഫറി റയലിനെതിരെ ചെയ്തിട്ടുള്ള തെറ്റായ തീരുമാനങ്ങൾ കൃത്യമായ വീഡിയോ എവിഡൻസ് വെച്ചുകൊണ്ടാണ് അവരത് പറയുന്നുണ്ടായിരുന്നത്. RMTV ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളിൽ ഒന്ന്, വിനി ജൂനിയർക്കെതിരെ വംശീയ അധിക്ഷേപം ഉണ്ടായ ഘട്ടത്തിൽ വിനിക്കെതിരെ റെഡ് കാർഡ് കൊടുത്തതാണ്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്ത റഫറി അത് വീഡിയോ ആയിട്ട് റയൽ മാഡ്രിഡ് RMTV എന്തായാലും റഫറിങ്ങിൽ എറേഴ്സ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. റിക്കാർഡോ ഡി ബർഗോസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ സ്കൂളിൽ നിന്ന് വന്ന് എൻ്റെ അച്ഛൻ കള്ളനാണ് എന്ന് പറയുകയുണ്ടായി, അത് വലിയ സങ്കടമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വികാരാധീനായിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന രംഗമുണ്ടായി. അത് നമുക്ക് റഫറി പറഞ്ഞ വാക്കുകൾ നോക്കാം. അയാൾ പറയുന്നു, എൻ്റെ മകൻ സ്കൂളിലേക്ക് പോകുന്നു, എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് എൻ്റെ പിതാവ് കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരയുകയാണ്. അത് വലിയ സങ്കടമുണ്ടാക്കി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മകനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്, അവൻ്റെ പിതാവ് വളരെ ഹോണസ്റ്റാണ് എന്നുള്ളത്. ഇറ്റ്സ് വെരി മെസ്ഡ് അപ്പ്. ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഇവിടം വിടുന്നത് ഈ ഒരു കളിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മകൻ എന്നെക്കുറിച്ച് അഭിമാനം കൊള്ളണം. എൻ്റെ ഫാദർ ഒരു റഫറി ആയിരുന്നു, ഒരുപാട് വാല്യൂസൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്നുള്ളതിൽ. എന്തായാലും എൻ്റെ കൊളീഗ്സും ഞാനും ഒക്കെ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥ അതൊരിക്കലും റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. പ്രൊഫഷണൽ ഫുട്ബോളിൽ മാത്രമല്ല, ഗ്രാസ് റൂട്ട് സോക്കറിലും ഒക്കെ ഇത് മാറേണ്ടതുണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള റിഫ്ലക്ഷൻസ് നടത്തുന്നു. വെയർ വി വാണ്ട് ടു ഗോ, ഓഫ് വാട്ട് വി വാണ്ട് ഫ്രം സ്പോർട്ട് ആൻഡ് സോക്കർ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കരയുകയാണ് ചെയ്തത്. ഇത് തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർ റൂമിലിരിക്കേണ്ട റഫറി ഉണ്ടല്ലോ, ആ റഫറി ഈ വീഡിയോയെക്കുറിച്ച് പ്രതികരിച്ചു. ഗോൺസാലസ് ഫ്യൂർട്ടസ് എന്ന് പറയുന്ന റഫറി. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ വീഡിയോസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ അനോണിമസ് പീപ്പിൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നു, ത്രട്ടൻ ചെയ്യുന്നു. ഒഫീഷ്യൽ ക്ലബ് സോഷ്യൽ മീഡിയ മാനേജേഴ്സ് കണ്ടിന്യൂലി റഫറിങ് കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യുകയാണ്. കൂടാതെ പ്ലെയേഴ്സിൻ്റെ ആക്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് അതെല്ലാം ഞങ്ങൾ ഹോണസ്റ്റ് അല്ല, സത്യസന്ധമായിട്ടല്ല കളി നിയന്ത്രിക്കുന്നത് എന്നൊരു തോന്നലുണ്ടാക്കുകയാണ്. ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ കള്ളം ചെയ്തു അല്ലെങ്കിൽ ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. ഇത് ഫാൻസിൽ വലിയ രൂപത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. അത് ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളിൽ പോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കും. തീർച്ചയായിട്ടും എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോളിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്നാണ് വാർ റഫറി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കളിക്ക് മുമ്പ് ഒരു ടീമിനെതിരെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ആ റഫറിമാർക്ക് പിന്നെ നാളത്തെ കളിയിൽ ഇമ്പാർഷ്യലായിട്ട് നിൽക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഓൾറെഡി റയലിനെതിരെ അല്ലെങ്കിൽ RMTVക്കെതിരെയൊക്കെ പ്രതികരിക്കുന്നവർ കളിക്കളത്തിൽ എങ്ങനെയായിരിക്കും ചെയ്യുക? സാധാരണ ഇത്തരം കാര്യങ്ങൾ റഫറിമാർ പ്രതികരിക്കാറില്ല, അതങ്ങനെ അങ്ങ് വിടുകയാണ് ചെയ്യുക. പക്ഷേ ഇതിൽ പ്രതികരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച വീഡിയോ ആണ്. അതിൽ അവരുടെ ഹോണസ്റ്റി ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വികാരാധീനരാവുകയാണ്. അപ്പോൾ നാളെ കളിയിൽ ഇവർ റയലിനെതിരെ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? അവർക്ക് ഇമ്പാർഷ്യലായിട്ട് നിൽക്കാൻ പറ്റുമോ? പക്ഷപാതിത്വമില്ലാതെ നിൽക്കാൻ പറ്റുമോ? അത് ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭ്യമാകുന്ന ചില വിവരങ്ങൾ പ്രകാരം റയൽ മാഡ്രിഡ് റഫറിമാരെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷേ RFEFൻ്റെ അധികൃതർ ആ കംപ്ലയിൻറ്റ് തള്ളിക്കളഞ്ഞിട്ട് ഇതേ റഫറിമാരെ തന്നെ വെക്കുമെന്നും പറയുന്നു. അപ്പോൾ നാളെ സംഗതി കൊടുക്കും എന്ന് ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.